വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, വടാട്ടുപാറയിൽ നിന്നുള്ള ആരൺ സുധീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ആരനെ അനുഗ്രഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, നന്നായി എഴുതുവാനുള്ള കൃപ തനിക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂത്ത സഹോദരൻ അമലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ വലിയ അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സൗദിയിൽ നിന്നുള്ള ആൽഫി അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ആൽഫി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കത്തിൻ്റെ ജന്മദിനത്തെ ഏറ്റവും അനുഗ്രഹിക്കണമേ. തൻ്റെ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുവാൻ, അതുപോലെ അധ്യാപനത്തിൽ ഒരു സ്ഥിരമായ നിയമനമുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ കർത്താവെ, ഗ്രാൻഡ് പാരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ആരോഗ്യത്തെ നൽകണമേ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും, കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഹോളി സ്പിരിറ്റ് സിനഡ് എന്ന മീറ്റിംഗ് ഇന്നലെ നമ്മൾ ആരംഭിച്ചു. ഇന്നും 2ാമത്തെ ദിവസമാണ്. ഇന്നലെ വന്നെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇന്ന് തീർച്ചയായും വന്നെത്തണം. നാളെ മറ്റന്നാളും വരണം. പകൽ നടക്കുന്ന കോൺഫറൻസിന് മാത്രമേ രജിസ്ട്രേഷൻ ആവശ്യമുള്ളൂ. ഈവനിൽ നടക്കുന്നതിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല. പക്ഷേ എല്ലാറ്റിലും വന്ന് സംബന്ധിക്കുവാൻ ശ്രമിക്കുക. ദിസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ ഇൻ ദ ലോർഡ് ആൻഡ് ടു റിസീവ് ഹിസ് ബ്ലെസ്സിങ്സ് ആൻഡ് മിറക്കിൾസ് ആൻഡ് ഡെലിവറൻസ്. അടുത്ത നമ്മുടെ പ്രോഗ്രാമിലേക്ക്, വചന ശുശ്രൂഷയിലേക്കും സാക്ഷ്യങ്ങളിലേക്കും പോകാം. When Aaron and all the Israelites saw Moses, his face was radiant and they were afraid to come near him. 30-ാമത്തെ വാക്യം, മോശയുടെ മുഖം പ്രകാശിക്കുന്നത് കണ്ടിട്ട് അഹരോനും എല്ലാ ഇസ്രായേൽ മക്കളും അദ്ദേഹത്തെ സമീപിക്കുവാൻ ഭയപ്പെട്ടു. 81 But Moses called to them. So Aaron and all the leaders of the community came back to him and he spoke to them. എന്നാൽ മോശ അവരെ വിളിച്ച് അഹരോനും സഭയിലെ എല്ലാ പ്രമാണികളും അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു അദ്ദേഹം അവരോട് സംസാരിച്ചു. Afterward all the Israelites came near him and he gave them all the commands the Lord had given him on Mount Sinai. അതിനുശേഷം സകല ഇസ്രായേൽ ജനവും മോശയുടെ അടുക്കൽ വന്നു സീനായ് പർവ്വതത്തിൽ യഹോവ നൽകിയ എല്ലാ കൽപ്പനകളും അവരെ അറിയിച്ചു. When Moses finished speaking to them, he put a veil over his face.
മോശ അവരോട് സംസാരിച്ച് തീർന്നതിന് ശേഷം തൻ്റെ മുഖത്ത് ഒരു മൂടുപടം ഇട്ടു. But whenever he entered the Lord's presence to speak with him, he removed the veil until he came out. When he came out and told the Israelites what he had been commanded. എന്നാൽ യഹോവയോട് സംസാരിക്കുവാൻ തിരുസന്നിധിയിൽ പോകുമ്പോൾ പുറത്തു വരുന്നത് വരെ അദ്ദേഹം മൂടുപടം മാറ്റിയിരുന്നു. തന്നോട് കൽപ്പിച്ചത് മോശ പുറത്തു വന്ന് ഇസ്രായേൽ മക്കളോട് അറിയിച്ചു. They saw that his face was radiant. Then Moses would put the veil back over his face until he went in to speak with the Lord. മോശയുടെ മുഖം പ്രകാശിക്കുന്നതായി അവർ കണ്ടു. അദ്ദേഹം യഹോവയോട് സംസാരിക്കുവാൻ അകത്ത് പോകുന്നത് വരെ അദ്ദേഹം മൂടുപടം ഇട്ടിരുന്നു. So what is happening here? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? Moses was a prophet of God. മോശ ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ്. And he spent 40 days with God. ഇവിടെ അദ്ദേഹം ദൈവത്തോടൊപ്പം 40 ദിവസങ്ങൾ ചെലവിടുകയാണ്. After the 40 days, his face started glowing. ആ 40 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ മുഖം പ്രകാശിക്കുവാൻ തുടങ്ങുകയാണ്. Hallelujah. ഹല്ലേലൂയ. So in the same way, in the New Testament, Jesus started praying and he himself started transfiguring. ഇവിടെ ഈ പുതിയ നിയമത്തിൽ യേശു കർത്താവ് തന്നെ പ്രാർത്ഥിക്കുകയാണ്, താൻ സ്വയം പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ ശരീരവും തൻ്റെ വസ്ത്രവും എല്ലാം രൂപാന്തരപ്പെടുകയാണ്. I'll show you one more verse. ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്ക് This കാണിച്ചു is തരാം. from Acts of the Apostles, ഇത് അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നാണ്. chapter 6 and verse number 15. അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. It says, all who were sitting in the Sanhedrin looked intently at Stephen, and they saw that his face was like the face of an angel. ന്യായാധിപ സംഘത്തിൽ ഇരുന്ന എല്ലാവരും സ്തെഫാനോസിനെ ഉറ്റുനോക്കി അദ്ദേഹത്തിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. Stephen was a disciple of Jesus. സ്തെഫാനോസ് യേശുവിന്റെ ഒരു ശിഷ്യനായിരുന്നു. And when he was full of the Holy Spirit, അദ്ദേഹം പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണനായി തീർന്നപ്പോൾ, and when he was praying, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, and when he was preaching and ministering, അദ്ദേഹം പ്രസംഗിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ people were looking at his face. ആളുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. In the face they saw, it was like the face of an angel. അദ്ദേഹത്തിന്റെ മുഖം ഒരു മാലാഖിയുടെ, ഒരു ദൈവദൂതന്റെ മുഖം പോലെ അന്നായി തീർന്നു. So these were all temporary, but Jesus had permanently that radiance in him. എന്നാൽ ഈ കാണുന്ന മനുഷ്യർക്ക് സംഭവിച്ചതെല്ലാം അത് താൽക്കാലികമായി ഉണ്ടാകുന്നതാണ്. എന്നാൽ യേശുവിൽ സ്ഥിരമായിട്ടുള്ള തൻ്റെ പ്രകൃതമായിരിക്കുന്ന ആ പ്രകാശിതമായ രൂപമുണ്ട്. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Bigger hallelujahs everywhere. ഒരിക്കൽ കൂടെ വലിയ ഹല്ലേലൂയ പറഞ്ഞാലും, Let's clap for Jesus once again. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ ഒന്നുകൂടെ സ്തുതിക്കാൻ തുടങ്ങിയാലും. Hallelujah. ഹല്ലേലൂയ. Why am I sharing this with you today? എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്? We should know whom we are believing. നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Our Jesus is not an ordinary personality. നമ്മുടെ യേശു കർത്താവ് സാധാരണ ഒരു വ്യക്തിത്വം മാത്രമല്ല. Hallelujah. ഹല്ലേലൂയ. God himself. അവൻ ദൈവം കൂടെയാണ്. And as we approach Jesus today, ഇന്ന് നമ്മൾ യേശുവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ everything that Jesus has will be imparted to us. യേശുവിനുള്ള സകലതും നമ്മളിലേക്കും കൂടെ പകരപ്പെടുകയാണ്. Not only some healings or miracles. ചില അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും മാത്രമല്ല. Usually I say healings and miracles are only kindergarten. സാധാരണയായി ഞാൻ പറയാറുള്ളത് അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും സാധാരണ നേഴ്സറിയിൽ കാണുന്നത് മാത്രമാണ്. It's very, very small level. അത് സാധാരണ ഏറ്റവും താണ ലെവലിലാണുള്ളത്. Because it is all the supernatural things are just natural for God. അസ്വാഭാവികമായ കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. It is quite natural. അത് സാധാരണ സ്വാഭാവികമായാണ് ദൈവത്തിന്റെ സന്നിധിയിൽ സംഭവിക്കുന്നത്. Remember, we have to become like him. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. God has called us to be like Jesus. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശുവിനെ പോലെയാകുവാൻ വേണ്ടിയാണ്. Hallelujah. Hallelujah. Not only just to enjoy some benefits from him. യേശുവിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ, ചില നന്മകൾ പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, Jesus is showering his blessings upon everyone. എല്ലാവരുടെ മേലും യേശു കർത്താവ് തന്റെ അനുഗ്രഹത്തെ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. But beyond that, we have to be like him.
അതിനേക്കാൾ ഉപരിയായി നമ്മൾ യേശുവിനെ പോലെ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. So this is what I want to tell you. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ It's ആഗ്രഹിക്കുന്നത്. good that we are receiving a lot of blessings from the Lord. നമ്മൾ യേശുവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. But beyond that, we have to grow into His image and His likeness. അതിനേക്കാൾ ഉപരിയായി നമ്മൾ യേശുവിൻ്റെ സാദൃശ്യത്തിലും യേശുവിൻ്റെ സ്വഭാവത്തിലും നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Let's clap for Jesus once again. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിനെ ഒരിക്കൽ കൂടി ആരാധിച്ചാലോ. Hallelujah. ഹല്ലേലൂയ. And let's all stand now. എല്ലാവരും ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നാലോ. The Holy Spirit says there is a person here പരിശുദ്ധാത്മാവ് പറയുന്നു ഇവിടെ ഒരു വ്യക്തിയുണ്ട്. and you have low heartbeat. നിങ്ങൾക്ക് ഹൃദയമിടിപ്പ് വളരെ കുറഞ്ഞ അളവിലാണ്. It's lower than the normal. സാധാരണ പതിവായിട്ടുള്ളതിനേക്കാൾ വളരെ കുറവാണ് നിങ്ങളുടെ ഹൃദയമിടിപ്പ്. God wants to heal you today. ഇന്ന് ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ Wherever ആഗ്രഹിക്കുന്നു. you are, wherever you are, the Lord wants to heal you. നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോവുകയാണ്. Not only that, all heart related problems, maybe palpitations, you have a hole in the valve or you have a block in the blood streams, whatever it is, God wants to heal you. If you have any heart related problem, lift your hands. നിങ്ങളുടെ ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും കർത്താവ് സൗഖ്യമാക്കുകയാണ്. ഹൃദയമിടിപ്പിൻ്റെ കാര്യങ്ങൾ, ഹൃദയ വാൽവിനകത്തുള്ള സുഷിരങ്ങൾ, ബ്ലോക്കുകൾ, അതെല്ലാം യേശു കർത്താവ് ഇന്ന് സൗഖ്യമാക്കുവാൻ പോവുകയാണ്. അങ്ങനെയുള്ളവർ ഈ സമയത്ത് കൈകൾ ഉയർത്തിപ്പോ. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൈകൾ ഉയർത്തിപ്പോ. Any heart related problem, lift your hands. നിങ്ങളുടെ ഹൃദയ സംബന്ധമായ ഏതെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഈ സമയത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചു. Close your eyes and just start praying. നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ. And people with epilepsy, അപസ്മാര രോഗമുള്ള ആളുകൾ, if you are there, lift your hands. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ സമയത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ. High cholesterol problem, lift your hands. കൊളസ്ട്രോൾ വളരെ കൂടുതലുള്ള വ്യക്തികൾ ഈ സമയത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Gynec problems, lift your hands. ഗൈനക് പ്രശ്നങ്ങളുള്ളവർ ഈ സമയത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ. Could be fibroid or any other menstrual problems, whatever it is, just lift your hands and receive your healing. അത് ഫൈബ്രോയിഡ് ആകാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും മാസമുറയോടനുബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. അതെല്ലാം യേശു കർത്താവ് സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. If you have no children and if you want a child, lift your hands. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരും കൂടെ ഇപ്പോൾ കൈകൾ ഉയർത്തിപ്പിടിച്ചാലും. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. And if anybody wants a financial breakthrough, lift your hands. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തികമായ ഒരു വിടുതൽ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരും കൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ചാലും. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Whatever your need is, just lift your hands. നിങ്ങളുടെ ഏത് ആവശ്യവുമായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നോ എല്ലാവരും, അങ്ങനെയുള്ള എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Thank you, Father. ഈ സമയത്ത് കൈകളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ വായി തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രാർത്ഥിക്കുക. വിദ്യാഭ്യാസം നിന്നുപോയ പലരും ഇതിന് നടുവിലുണ്ട്. ശരിയായൊരു ജോലി ലഭിക്കാത്തവർ ഇതിന് നടുവിലുണ്ട്. വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി മാറി കഷ്ടപ്പെടുന്നവർ, സ്വന്തം ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവർ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവേ, കൈകൾ ഉയർത്തിയിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായി അങ്ങിലേക്ക് കൈനീട്ടിയിരിക്കുന്നവരെ അങ്ങ് കടാക്ഷിച്ച് വേഗത്തിൽ ആ പ്രശ്നങ്ങൾക്ക് അങ്ങ് മറുപടി നൽകണമേ. ഹല്ലേലൂയ. കർത്താവിനോട് ഉള്ളിൽ പറയുക, കർത്താവേ, നീ എനിക്കൊരു വിടുതൽ നൽകിയാൽ, ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം നൽകിയാൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. ഞാൻ സാക്ഷ്യം പറയും. മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് ഞാൻ പറയും. മറ്റുള്ളവർക്ക് യേശുവിനെ പരിചയപ്പെടുത്തും. ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മാരകമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. താങ്ക് യു ലോർഡ്. ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, യൂറിൻ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ അറിയാതെ തന്നെ മൂത്രം പൊക്കോണ്ടിരിക്കുക. ഇന്ന് അങ്ങനെയുള്ള ചിലർ ഇതിന് നടുവിലുണ്ട്. നിങ്ങൾ വളരെ യാത്ര ചെയ്യുമ്പോൾ വളരെ നിങ്ങൾ ക്ലേശിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ വ്യക്തമായി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. അടുത്ത ദിവസങ്ങൾ നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ്. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസം മാറിപ്പോകട്ടെ. അപ്പോൾ തന്നെ ബെഡ് വെറ്റിംഗ്
യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യമാണ്. ബ്രസ്റ്റ് ലംപുള്ള ചില വ്യക്തികൾ, ബ്രസ്റ്റിനകത്ത് മുഴകൾ ഉള്ള വ്യക്തികളെ, അങ്ങനെയുള്ള സഹോദരിമാരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരു കരം നെഞ്ചിലേക്ക് വെക്കുക, ഇടത്തെ കൈ നെഞ്ചിൽ വയ്ക്കുക, വലത്തെ കൈ മാത്രം ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഈ കൈകൾ ഉയർത്തിയിരിക്കുന്നവരുടെ കയ്യിലേക്ക് ഇപ്പോൾ നിന്റെ കരം സ്പർശിക്കണം. അത്ഭുതകരമായ വിടുതൽ കർത്താവെ ഓരോരുത്തർക്ക് നൽകുന്നതിനാൽ നന്ദി പറയും. താൻ 2012 താൻ നാട്ടിൽ ആയിരിക്കുന്ന സമയത്ത്, കേരളത്തിലായിരിക്കുന്ന സമയത്ത് തനിക്ക് പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ വന്നു. ചെസ്റ്റ് പെയിൻ വന്നിട്ട് താൻ വളരെ വേഗത്തിൽ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ താൻ ആ ഒരു 3 ദിവസം താൻ ICUവിലായിരുന്നു. അവിടെ താൻ ചെക്കപ്പ് ചെയ്തു. അതിനുശേഷം താൻ അവിടെ ഫെർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പം തൻ്റെ ഫാമിലി എല്ലാം ഇവിടെ ബാംഗ്ലൂരാണ്. അതുകൊണ്ട് താൻ ബാംഗ്ലൂരേക്ക് തിരിച്ചു വരാൻ താൻ ഓപ്റ്റ് ചെയ്തു. അങ്ങനെ പോയ ആ ഒരു കാറിൽ തന്നെ താൻ തിരിച്ച് ബാംഗ്ലൂർ വന്നു. ബാംഗ്ലൂർ വന്ന് ഇവിടെയുള്ള ഒരു പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ആൻജിയോഗ്രാം എടുത്തപ്പോൾ 5 ബ്ലോക്കുകൾ തൻ്റെ ഹാർട്ടിനുണ്ടായിരുന്നു. 5 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിൽ 3 മേജർ ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് വളരെ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങനെ അത്രയും രൂപ എടുക്കാനില്ലാത്തതുകൊണ്ട് അവരത് പെൻഡിങ് വെച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എത്രയും വേഗം ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ അവർ കുറച്ച് നാളുകൾ കൂടെ മുന്നോട്ട് പോയി. 2013 ഡിസംബർ മാസത്തിൽ പിന്നെയും തനിക്ക് ഇതുപോലെ ചെസ്റ്റ് പെയിൻ വന്നിട്ട് പിന്നെയും തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അതിൽ മോർ ദാൻ 90% ഉണ്ടായിരുന്ന ബ്ലോക്കുകളിൽ ഒന്ന് അത് 100% ആയിട്ട് മാറി. ഫുള്ളി ബ്ലോക്ക്ഡ് ആയതുകൊണ്ട് അത് മെയിൻ ആയിട്ടുള്ളൊരു വാൽവ് ആയതുകൊണ്ട് അതിന് ഓപ്പൺ ഹാർട്ട് സർജറി ഇനി ചെയ്യുക അല്ലാതെ സാധ്യമല്ല. ഓപ്പൺ ഹാർട്ട് സർജറി വേണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം അന്നും ഇങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ 2013 ഡിസംബറിലാണ് ഇത് ചെയ്തത്. ചെക്കപ്പുകളെല്ലാം ചെയ്തിട്ട് 2014 ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഏകദേശം കുറച്ചധികം ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നു. അങ്ങനെ പല ചെക്കപ്പുകളെല്ലാം നടന്നു. അതിനുശേഷം തന്നെ കൺസൾട്ട് ചെയ്തിരുന്ന ഡോക്ടറും വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് അതിൽ കൂടുതൽ എടുക്കാൻ പൈസയില്ല. അവരതിനുശേഷം ആ 2 ലക്ഷം എന്നുള്ളത് അത് 4 ലക്ഷത്തോളമൊക്കെ രൂപ വരും എന്നായിരുന്നു അവിടെ നിന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതെല്ലാം ഇവരുടെ കയ്യിൽ ബെയർ ചെയ്യാനില്ല എന്ന് ഇദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ അത് പല രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പൈസയുമായി ഏകദേശമായി ഓപ്പറേഷനുള്ള തീയതിയും ഏകദേശം ചെക്ക് ചെയ്തു. അതിനിടയിൽ ഇവർക്ക് ഒരു ചെറിയ പ്രശ്നം വന്നത് ഈ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ആൻജിയോഗ്രാം എടുത്താൽ മാത്രമേ അതുകൊണ്ട് ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടുകയുള്ളൂ. അങ്ങനെ ഈ പിതാവ്
ഇതിനിടയിൽ ഇദ്ദേഹം ഒത്തിരി നാളുകളായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടിട്ടും ഒക്കെ ഇങ്ങനെ സ്ഥിരം പ്രാർത്ഥിക്കും, നമ്മുടെ പ്രെയർ കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കും. താൻ ഈ ആശുപത്രിയിലായിരുന്ന സമയത്തെല്ലാം താൻ പ്രാർത്ഥനയോട് കൂടിയായിരുന്നു. ഇതിനിടയിൽ തൻ്റെ ചെസ്റ്റ് പെയിൻ കൂടി, തനിക്ക് ചില സമയത്ത് താൻ അൺകോൺഷ്യസ് ആയി, താൻ മരിക്കുകയാണെന്നുള്ളൊരു തോന്നലാണ് തനിക്ക് ഉണ്ടായിരുന്നതെന്നാണ് താൻ പറയുന്നത്. പക്ഷെ ഇതിനിടയിൽ തൻ്റെ ഭാര്യയും അങ്ങനെ ഇവരെല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. കോൾ സെന്ററിലൊക്കെ വിളിച്ച് ഇവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിനിടയിൽ ഈ പിതാവ് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന ആ ദിവസങ്ങൾക്കിടയിൽ പല ചെക്കപ്പുകൾ ചെയ്ത് ഫൈനലായിട്ട് ഈ പൈസ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ 100% ഉണ്ടായിരുന്ന ആ ഒരു ബ്ലോക്ക് കാണാനില്ല. ശരിയാണോ അങ്കിൾ ഈ പറയുന്നത്? ശരിയാണ്, ആ ബ്ലോക്ക് അവിടെ ഇല്ല. അവിടെ ഇല്ല. പിന്നീടുള്ള കാര്യങ്ങൾ വളരെ രസകരമായ കാര്യങ്ങളായിരുന്നു. ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ അത് വേണ്ടാന്ന് സജസ്റ്റ് ചെയ്തു. കർത്താവ് അത്ഭുതകരമായിട്ട് അവിടെ ഒരു സൗഖ്യം കൊടുത്തു. കൈകൾ ശക്തിയോടെ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. യേശുവിനെ കല്ലറയിൽ വെച്ച സമയത്ത് ബൈബിൾ പറയുന്ന അവിടെ കുറേ പടയാളികൾ വന്ന് കാവൽ നിന്നു. കാരണം ഇതിനു മുൻപ് ശിഷ്യന്മാരാരെങ്കിലും ഡെഡ് ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോകും എന്നൊരു തോന്നൽ ഓർക്കും. ആ കല്ലറ മുഴുവൻ ബ്ലോക്ക് ചെയ്യും. എന്നാൽ ദ റെസറക്ഷൻ പവർ ഓഫ് ജീസസ്, കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ ഈ കല്ലറയുടെ മുമ്പിലുള്ള വലിയൊരു കല്ല് ബ്ലോക്ക് ഉരുണ്ട് താനെ മാറി യേശു പുറത്തേക്ക് പോകും. അപ്പോൾ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റി ബ്ലോക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ ഏത് ഹാർട്ടിൻ്റെ ബ്ലോക്കാണ് യേശുവിന് മാറ്റാൻ കഴിയാത്തത്? കൈകൾ അടിക്കുമ്പോൾ തന്നെ ഉള്ളിൽ അങ്ങ് വിശ്വസിക്കുക, യേശു എൻ്റെ പ്രശ്നങ്ങൾക്ക് മതിയായവനാണ്. ഹാർട്ടിൻ്റെ ബ്ലോക്കാകാം, കല്യാണം നടക്കാനുള്ള ബ്ലോക്കാകാം, വീട് പണിയാൻ സാധിക്കാത്ത ബ്ലോക്കാകാം, എന്ത് ബ്ലോക്കായാലും യേശു മാറ്റും. രണ്ട് കൈകളും ഉയർത്തി യേശുവിന് നന്ദി പറയും. കർത്താവ് ജീവനോടെ ഈ അങ്കിളിവിടെ നിൽക്കുമ്പോൾ, ഓപ്പൺ ഹാർട്ട് സർജറി മാറ്റിവെക്കപ്പെട്ടപ്പോൾ ഞങ്ങളതിന് കർത്താവെ നന്ദി പറയുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് ഇത് ആവർത്തിക്കപ്പെടട്ടെ. ഒരു ഫോട്ടോ കോപ്പി മെഷീനിൽ അതേ ഫോട്ടോകൾ, ഇംപ്രഷനുകൾ, പിക്ചറുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോപ്പി ചെയ്യപ്പെടുന്നത് പോലെ let this miracle multiply and repeat in the name of Jesus. കൈകൾ ഉയർത്തിയിരിക്കുന്നവർ പറയുക, I receive it. കർത്താവ് ഞാൻ സ്വീകരിക്കുന്നെന്ന് ഉറക്കെ വിളിച്ച് പറയാം. അത്ഭുതങ്ങൾ ഈ ജനം സ്വീകരിക്കട്ടെ. ലോകമെമ്പാടും ഈ അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ടെമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ,
അങ്ങ് രോഗികളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രീതിയിലുള്ള എല്ലാ രോഗങ്ങളും മാറിപ്പോട്ടെ. ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ ചില സഹോദരിമാരിൽ നിന്ന് അതിനെ പൂർണ്ണ വിടുതൽ കർത്താവേ നീ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സ്പോണ്ടിലോസിസ് എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ ഹൈ ബി പി, എത്ര മെഡിക്കേഷൻ എടുത്തിട്ടും ബി പി ശരിയായ രീതിയിലേക്ക് വരുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ കണ്ടീഷനിലേക്ക് വരട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്കിൻ ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വലിയ വിടുതൽ കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയും കർത്താവ്. രക്തക്കുഴലുകൾ കൊഴുപ്പടിഞ്ഞ് അടഞ്ഞു പോകുന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ പുകവലി, മദ്യപാനം, ലഹരി മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾക്ക് അടിമകളായിട്ടുള്ള യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. കടഭാരങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ പുറത്തു വരട്ടെ. സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് കുടുംബങ്ങൾ പുറത്തു വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണെങ്കിലും ഈ സമയത്ത് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ വിടുതൽ ഓരോരുത്തർക്കും കർത്താവ് നീ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് സിനഡിൽ ഇന്നലെ സംബന്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്ന് മുതൽ അടുത്ത ഈ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് സംബന്ധിക്കാം. പകൽ നടക്കുന്ന കോൺഫറൻസിൽ രജിസ്ട്രേഷൻ ആവശ്യമാണ്. നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. വൈകിട്ടുള്ള മീറ്റിങ്ങുകളിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല. പ്ലീസ് ഡു കം. മാത്രമല്ല നാളെയും മറ്റന്നാളും ഞായറാഴ്ച എല്ലാ ബ്ലെസ്സിങ് സെൻ്ററുകളും ഒരുമിച്ച് നമ്മൾ അതേ സ്പോട്ടിൽ വെച്ച് എറണാകുളം മറൈൻ ടൈമിൽ വെച്ചായിരിക്കും പ്രത്യേകമായ അവസാനത്തെ മീറ്റിംഗ് നടക്കുന്നത്. ഇതിലേക്ക് തീർച്ചയായും എല്ലാവരും വന്നു ചേരുക. ബ്ലെസ്സിങ് ടുഡേയിലൂടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.